Hello everyone, RCC subject previous year questions in the 6th part video ആണ്. ഓൾറെഡി നമ്മൾ 5 പാർട്ടിൽ ഓരോ വീഡിയോസിലും 30 ക്വസ്റ്റ്യനോളം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഏകദേശം 30 ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the effective span of a simply supported beam. Simply supported beamന്റെ effective spanന്റെ ഇക്വേഷൻ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് എഫക്റ്റീവ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോഡൽ പ്രൊവിഷൻസ് മനസ്സിലാക്കാം. ഈ കോഡൽ പ്രൊവിഷൻസിന് കുറച്ച് ലോജിക്കലി മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മയിരിക്കാം. First, effective span. Unless or otherwise specified, the effective span of the member shall be as follows. First case വന്നിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം അല്ലെങ്കിൽ സ്ലാബ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം അല്ലെങ്കിൽ സ്ലാബ്, നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇത് ബീം അല്ലെങ്കിൽ സ്ലാബ്, ഇതതിൻ്റെ സപ്പോർട്ട്സ് ആണ്. ഓക്കെ, സപ്പോർട്ട്സിൻ്റെ വിഡ്ത്ത് വന്നിട്ട് W ആണെന്ന് അസ്യൂം ചെയ്യുക. W ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടം എൻഡിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d, റീഇൻഫോഴ്സ്മെൻറ്റ് വരെ ഉള്ള ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d ആണെന്ന് വിചാരിക്കുക. ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് എ മെമ്പർ ദാറ്റ് ഈസ് നോട്ട് ബിൽഡ് ഇൻറ്റഗ്രലി വിത്ത് ഇറ്റ്സ് സപ്പോർട്ടുമായിട്ട് ഇൻറ്റഗ്രലി ബിൽഡ് ചെയ്യാത്ത ബീം അല്ലെങ്കിൽ സ്ലാബിൻ്റെ കേസിൽ ഇറ്റ് ഇസ് ടേക്കൺ ആസ് ദ ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ഈ സപ്പോർട്ട്സിൻ്റെ രണ്ട് ഫേസസ് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഫേസസിന് ഇടയ്ക്ക് വരുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ LCL എന്ന് പറയുന്നത്. പ്ലസ് ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ സ്ലാബ് ഓർ ദ ബീം ഓർ ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി സപ്പോർട്ട്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും വിത്ത് ദ LCL. ഇതിനകത്ത് ഏതാണോ മിനിമം അതായിരിക്കും L എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ L എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബ് എന്ന് പറയുന്നത് രണ്ട് കേസ് നമുക്ക് പറയാം. ഒന്നെങ്കിൽ LF ക്ലിയർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d, അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ പറഞ്ഞാൽ L ക്ലിയർ പ്ലസ് സ്മോൾ w ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട്. ഇത് രണ്ടിലും ഏതാണ് ലെസ് അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത്തിലാണ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സപ്പോർട്ട്സിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാനാണ് ചാൻസ് ഉള്ളത്. അതാണ് ഇവിടുന്ന് നമ്മൾ ഒരു W/2 എടുക്കുന്നു, ഇവിടുന്ന് ഒരു W/2 എടുക്കുന്നു, അത് LCLൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് W കിട്ടുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീം അല്ലെങ്കിൽ സ്ലാബിൻ്റെ കേസസ് കൺസിഡർ ചെയ്യാം. കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ സ്ലാബിൻ്റെ കേസിൽ രണ്ട് രീതിയിലാണ് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന സപ്പോർട്ട്സ് ഈസ് ലെസ് ദാൻ L ക്ലിയർ ഡിവൈഡഡ് ബൈ 12. L ക്ലിയർ ഡിവൈഡഡ് ബൈ 12-നേക്കാളും കുറവാണ് ഇതിൻ്റെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് എന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെയിം ഇക്വേഷൻ ആണെങ്കിൽ സെയിം രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടിന്യൂസ് ബീം നമുക്ക് ഒരെണ്ണം വരച്ച് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ബീം വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ കേസിൽ L എഫക്റ്റീവ് is equal to L clear. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ പോലെ തന്നെയാണ് L clear പ്ലസ് D അല്ലെങ്കിൽ L clear പ്ലസ് W, ദാറ്റ് ഈസ് ദി വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട്സ്. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അത് വേണം L എഫക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ദ കേസ് വെൻ W അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ഈസ് ലെസ് ദാൻ ദ L clear. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് ഓർ സ്ലാബ്, ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ഈസ് ലെസ് ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ, ദ എഫക്റ്റീവ് സ്പാൻ ഷാൽ ബി ടേക്കൺ ആസ് ഇൻ 22.2. അതായത് നേരത്തെ പറഞ്ഞ കേസിൽ ഇഫ് ദ സപ്പോർട്ട്സ് ഈസ് വൈഡർ ദാൻ L ഡിവൈഡഡ് ബൈ support width is greater than LCL divided by 12 അല്ലെങ്കിൽ 600 mm. ഇത് രണ്ടിൽ ഏതിലെങ്കിലും കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊവിഷന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. അതൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് ഫിക്സഡ് എൻഡ് ആണ്. അറ്റ് ദ എൻഡ് സ്പാൻ with
one end fixed and the other end is continuous, that or the intermediate span, the effective span is equal to the clear span between the support. അപ്പോൾ എൻഡ് സ്പാനോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സ്പാനോ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ സ്പാൻ ആയിരിക്കും അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ്: for the end span with one end is free ആണ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണ് അതർ എൻഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന കേസിൽ the effective span will be equal to the clear span plus half the effective depth of the beam or the clear span plus half the width of the discontinuous support whichever is less. ഒരു ഫിഗർ വരച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുന്നത് when W is greater than LCL divided by 12 ആണ്, അല്ലെങ്കിൽ 300 mm. അപ്പോൾ ഇതെല്ലാം കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു സ്ലാബ് അല്ലെങ്കിൽ ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സൈഡിൽ ഫിക്സഡ് ആണ്, ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സ്പാൻ, ദെൻ പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, പിന്നെ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു ഫ്രീ എൻഡ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എൻഡ്. ഓക്കെ, അപ്പോൾ 3 സ്പാനാണ് ഇതിനുള്ളത്. ദിസ് ഈസ് സ്പാൻ നമ്പർ 1, സ്പാൻ നമ്പർ 2 ആൻഡ് സ്പാൻ നമ്പർ 3. ഓരോന്നിൻ്റെയും ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ LCL1, LCL2, LCL3 ഇങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സ്പാനിനും എത്രയാണ് അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസിൽ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കോഡൽ പ്രൊവിഷൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് എൽ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു ദ ക്ലിയർ സ്പാൻ LC1 ആണ്. ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് കണ്ടിന്യൂസും ആയിട്ട് പോകുന്ന സപ്പോർട്ടാണ് ഒരു കണ്ടിന്യൂസ് ബീമിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എൽ ക്ലിയറിന് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് എൽ ക്ലിയർ എന്തുകൊണ്ട് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് വിൽ ആക്ട് ലൈക്ക് എ ഫിക്സഡ് ബീം ആയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ വന്നിട്ട് ലൈക്ക് ഈ ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്നിടത്ത് ഡിഫ്ലക്ഷൻ ഒരിക്കലും സംഭവിക്കില്ല. ഈ അറ്റത്തുനിന്ന് തന്നെയായിരിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഈ ഒരു അറ്റത്തുനിന്ന് തന്നെയായിരിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തിൽ മാത്രമാണ് അതിന് എഫക്റ്റീവായിട്ട് ഡിഫ്ലക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് LCL അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ തന്നെ ആണ്. നെക്സ്റ്റ് കണ്ടീഷനിൽ ഇത് ഒരു ഓൾറെഡി ഈ ഒരു സപ്പോർട്ട് ഒരു ഫിക്സഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു സപ്പോർട്ടും ഫിക്സഡ് ആയിട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, കാരണം അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് സ്പാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയും ഓവറോൾ ഡിഫ്ലക്ഷൻ വന്നിട്ട് ഈ ഒരു രീതിയിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്പാനിനും എൽ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു എൽ ക്ലിയർ ഓഫ് ദി ക്ലിയർ സ്പാൻ ആയിരിക്കും, ദാറ്റ് ഈസ് LCL2 ഈ ഒരു കേസിൽ. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ ഇവിടെ ജസ്റ്റ് ലാസ്റ്റ് സപ്പോർട്ട് വന്നിട്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ നടക്കാനുള്ള ചാൻസ്, ഇത് ഫിക്സഡ് ആണ്, അപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അവിടെ നിന്ന് വന്നിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ വരെ, ഈ ഒരു സെൻറ്റർ വരെയുള്ള പോർഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ സെൻറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് W/2 കൂടി ആഡ് ചെയ്യും. അപ്പോൾ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ ക്ലിയർ 3 പ്ലസ് W/2. W വരുന്ന കേസിൽ എല്ലാം തന്നെ ദെയർ വിൽ ബി എഫക്റ്റീവ് ഡെപ്ത് ഓൾസോ പ്ലസ് D/2. ഈ രണ്ട് പ്രൊവിഷനിലും ഏതാണ് ചെറുത് ലെസ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ എൽ എഫക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻ കേസ് ഓഫ് ദി ലാസ്റ്റ് സ്പാൻ, എൻഡ് സ്പാനിൽ വരുമ്പോൾ ഒരു സ്പാൻ ഫ്രീ ആയിട്ട് നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്പാൻ ജസ്റ്റ് സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതൊരു സിംപ്ലി സപ്പോർട്ടഡ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു കേസിൽ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് ഹാഫ് ദി എഫക്റ്റീവ് ഡെപ്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പകുതിയായാൽ ഇതിൻ്റെ രണ്ടിലും ഏതാണ് ചെറുത് അതായിരിക്കും എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രൊവിഷൻ ഈസ് ഫോർ ദ കാൻറ്റിലിവർ ബീം. കാൻറ്റിലിവർ ബീമിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാൻറ്റിലിവർ ബീം നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. ഒരു ഫിക്സഡ് ബീമിൽ ഒരു കാൻറ്റിലിവർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് ആയിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എൽ ക്ലിയർ പ്ലസ് D/2. ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കാൻഡിലിവർ ബീം ഷാൽ ബി ടേക്കൻ ആസ് എ ലെങ്ത് ടു ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് പ്ലസ് ഹാഫ് ടു ദ എഫക്റ്റീവ് ഡെപ്ത് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കണ്ടിന്യൂസ് ബീം വേർ ദ ലെങ്ത് ടു ദി സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട് വിൽ ബി ടേക്കൻ. ഇതൊരു കണ്ടിന്യൂസ്, ഇതിപ്പോൾ ഫിക്സഡിനകത്ത്
കാൻറ്റിലിവർ വന്നൊരു കേസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ബീമാണ്. കണ്ടിന്യൂസ് ബീമിൻ്റെ അറ്റത്ത് വന്നിട്ട് ഒരു കാൻറ്റിലിവർ ആയിട്ട് അത് എൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ വിഡ്ത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് സ്മോൾ w ആണെന്ന് വിചാരിക്കുക. അപ്പോൾ L എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു L ക്ലിയർ, ഇതാണ് അതിൻ്റെ L ക്ലിയർ എന്ന് പറയുന്നത്. L ക്ലിയർ പ്ലസ് W ഡിവൈഡഡ് ബൈ 2. L clear plus W divided by 2. L effective is equal to L clear plus W divided by 2 ആയിരിക്കും. കണ്ടിന്യൂസ് ബീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാൻറ്റിലിവർ ബീം വരുന്നതെങ്കിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് ഇൻ കേസ് ഓഫ് എഫക്റ്റീവ് സ്പാൻ. Next question, the minimum reinforcement required in the either direction the slab reinforced with high strength deformed bars is, അതായത് HYSD bars യൂസ് ചെയ്യുമ്പോൾ what is the minimum reinforcement to be used? That is 0.2% ആണ് answer. The section in which the amount of reinforcement provided is less than what is required, it is under reinforced section. Which of the following is generally not designed for shear? തന്നിരിക്കുന്നതിൽ ഏതാണ് ഷിയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാത്തതെന്നാണ്. സ്ലാബ്, കാൻറ്റിലിവർ ബീം, ഫൂട്ടിങ്. നമുക്കറിയാം കാൻറ്റിലിവർ ബീമിൻ്റെ കേസിൽ ദർ ഈസ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ദർ ഇസ് ഡിസൈൻ ഫോർ ഷിയർ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫൂട്ടിംഗ് ആണ്. ഫൂട്ടിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ ദർ ഇസ് ഷിയറിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്, പഞ്ചിങ് ഷിയർ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കോളമിൻ്റെ ഫേസിൽ. അപ്പോൾ അതുമല്ല. അപ്പോൾ ഓപ്ഷനിൽ സ്ലാബാണ് കറക്റ്റ് ആൻസർ. In RCC column, if the ties are not provided, the column will likely to it fails by buckling. In RCC column, if the ties are not provided, കോളത്തിൽ ബക്ലിംഗ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. A surface water tank will economical if the ഷേപ്പ് സർക്കുലർ ആയിരിക്കുന്നതാണ് എപ്പോഴും വാട്ടർ ടാങ്കിന് നല്ലത്. കാരണം മിനിമം ഏരിയ കവർ ചെയ്യുന്നത് സർക്കുലർ ടാങ്ക് ആണ്. അപ്പോൾ മിനിമം മെറ്റീരിയൽ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ദ കോൺക്രീറ്റ് മതിയാകും. അതുകൊണ്ടാണ് സർക്കുലർ എക്കണോമിക്കൽ എന്ന് പറയാൻ കാരണം. എ ടി ഷേപ്ഡ് റീറ്റെയിനിങ് വാൾ കൺസിസ്റ്റ് ഓഫ്. ടി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റീറ്റെയിനിങ് വാളിൽ എത്ര കാൻറ്റിലിവേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ ടി ഷേപ്ഡ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീം പറഞ്ഞതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 കാൻറ്റിലിവർ സ്ലാബ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ 3 കാൻറ്റിലിവേഴ്സ് ആണ് ആൻസർ. Which of the following is not considered in case of a footing? ഫൂട്ടിങ്ങിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യാത്തത് ബെൻഡിങ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യും, ഷിയർ കൺസിഡർ ചെയ്യും, പഞ്ചിങ് സ്ട്രെസ് കൺസിഡർ ചെയ്യും, അറ്റ് ദ കോളത്തിൻ്റെ ഫേസിൽ വരുന്ന സമയത്ത്. സോ ടോർഷനാണ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയർ വാൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ടോൾ ബിൽഡിങ്സ് ടു വിത്ത്സ്റ്റാൻഡ്. ഷിയർ വാൾസ് എന്ന് പറഞ്ഞാൽ നല്ല ടോൾ ആയിട്ടുള്ള ബിൽഡിങ്സ്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം സിംഗിളായിട്ട് ഇതുപോലെ നമ്മൾ വാൾ കൺസ്ട്രക്ട് ചെയ്യും. ഇതിൻ്റെ മെയിൻ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ലാറ്ററൽ ആയിട്ടുള്ള ലോഡ്സ്, വിൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വെർട്ടിക്കൽ ലോഡൊക്കെ വരുമ്പോൾ ഇതുപോലെ ലാറ്ററൽ ആയിട്ടുള്ള ലോഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിയർ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ നടുക്കോ അല്ലെങ്കിൽ അറ്റത്തോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നടുക്കൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ വോൾസ് ആയിട്ട് ഈ ഷിയർ വാളിനെ ഉപയോഗപ്പെടുത്തും. അതാണ് ചെയ്യുന്നത്. സോ ലാറ്ററൽ ലോഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിയർ വാൾസ് യൂസ് ചെയ്യുന്നത്. The minimum grade of concrete mix used for water retaining structures with alternate wetting and drying. Water retaining structures എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക വാട്ടർ ടാങ്ക് ആണ്. വാട്ടർ ടാങ്കിൽ വേണ്ട മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആണ്. അതുപോലെ സാധാരണഗതിയിൽ FE415 ഗ്രേഡ് സ്റ്റീലൊക്കെയാണ് വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക്സിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a hook 12 mm diameter is embedded in a concrete with for a distance of 100 mm. Calculate the maximum load which is the hook can carry if the bonds does not exceed 1.28 Newton per meter square. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഹൂക്ക് എംബഡ് ചെയ്തിരിക്കുന്ന ലെങ്ത്, അതിന് നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ LD നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 mm തന്നിട്ടുണ്ട്. LDയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, 5 മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ട്രെസ് ഇൻ ദി coming in the steel divided by 4 times that of the
ടോ ബി ഡി ആണ്, 4 times ദാറ്റ് ഓഫ് ദ ടോ ബി ഡി ആണ്. അപ്പോൾ ഫൈ ഓൾറെഡി നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 mm ആണ്. ഈ എഫ് എസ് ആണ് ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ എഫ് എസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ട്രെസ് ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ദി റീഇൻഫോഴ്സ്മെൻറ്റ് ഡ്യൂ ടു മാക്സിമം ടോ ബി ഡി. ടോ ബി ഡിയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 1.28 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എഫ് എസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. എഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ സ്ട്രെസ് ഇൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തെ ലോഡ് ഇസ് ഈക്വൽ ടു ദിസ് സ്ട്രെസ് എഫ് എസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്റ്റീൽ ദാറ്റ് ഇസ് പൈ ബൈ 4 മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4825 ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് ട്രൂ ഫോർ എ വൺ വേ സ്ലാബ്. ഒരു വൺ വേ സ്ലാബിന് വേണ്ടിയിട്ട് ഏതാണ് ട്രൂ ആയിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ വൺ വേ സ്ലാബിൻ്റെ കേസിൽ നമുക്കറിയാം ഒരു സൈഡിൽ ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇത് ലെങ്ത്തും ഇത് വന്നിട്ട് ഷോർട്ട് സ്പാനിനെ നമ്മൾ ബ്രെഡ്ത്തുമായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ലെങ്ത്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. ഇൻ കേസ് ഓഫ് എ വൺ വേ സ്ലാബ് ലെങ്ത്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ 2A സ്ലാബ്. Next question, in case of primary tension failure, which of the following sections tension crack appear? Tension crack appear ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് അപ്പിയർ ഓൺ ദി അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ നമുക്കറിയാം ആദ്യമേ ഫെയിൽ ആവുന്നത് സ്റ്റീലായിരിക്കും. അപ്പോൾ സ്റ്റീൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ സ്റ്റീൽ ഈൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള കോൺക്രീറ്റിനെ അത് അഫക്റ്റ് ചെയ്യുകയും ആ ഒരു കോൺക്രീറ്റിൽ ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്ഡ് റീഇൻഫോഴ്സ്ഡ് ബീം എന്നുണ്ടെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് എലോങ്ങേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ക്രാക്സ് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ടെൻഷൻ ക്രാക്സ് എന്ന് പറയുന്നത്. അത് അപ്പിയർ ആവുന്നത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലാണ്. ഇപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്രാക്സ് ഒന്നും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റിൽ ക്രാക്സ് വന്ന് ബ്രിട്ടിലായിട്ടുള്ള സഡൻ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. സോ ടെൻഷൻ ക്രാക്ക് കാണപ്പെടുന്നത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലാണ്. വെൻ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഈസ് പ്രിഫേർഡ്. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം പ്രിഫർ ചെയ്യുന്നത് വെൻ ദ ഡെപ്ത് ഓഫ് ദി ബീം ഈസ് ലിമിറ്റഡ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വിച്ച് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്കറിയാം AST, that is area of the steel divided by BD should be greater than or equal to 0.87 divided by FY ആണ് ഫ്രം ദി IS കോഡ്. രണ്ട് സ്ഥലത്ത് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിലും നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ മിനിമം റിക്വയർഡ് ഇസ് ഈക്വൽ ടു 0, it is not 87 അല്ല 0.85 ആണ്. സോ 0.85 ഡിവൈഡഡ് ബൈ FY പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ റിക്വയർഡ് അക്കോർഡിംഗ് ടു ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് in direction at the both ends in terms of the actual length L. It is 0.65 L ആണ്. കോഡൽ പ്രൊവിഷൻസ് നോക്കാം. അപ്പോൾ കംപ്രഷൻ മെമ്പേഴ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ HIP എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം, ഹെൽഡ് ഇൻ പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ ഏത് ഒരു കോളം ആണെങ്കിലും അതിനൊരു സപ്പോർട്ട് ഉണ്ട്, മുകളിലോ താഴെയോ ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെൽഡ് ഇൻ പൊസിഷനാണ്. അതിപ്പോൾ ഫിക്സഡ് സപ്പോർട്ട് ആയിക്കോട്ടെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിക്കോട്ടെ, ഏതായാലും അത് ഹെൽഡ് ഇൻ പൊസിഷനാണ്. പിന്നെ ഫ്രീ എൻഡ് ആയിട്ട് ഇരുന്നാൽ അല്ലെങ്കിൽ അതിൽ മൂവ്മെൻറ്റ്, ലാറ്ററൽ മൂവ്മെൻറ്റ് അലോ ചെയ്താൽ മാത്രമേ ഇറ്റ് ഈസ് നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ. റിസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എൻഡ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ റൊട്ടേഷനും സമ്മതിക്കുന്നില്ല, അതുപോലെ തന്നെ പൊസിഷനിൽ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു കംപ്രഷൻ മെമ്പർ ഇതിനകത്ത് ഇങ്ങനെ ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവായിട്ട് ബക്ലിംഗ് നടക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഒരു പൊസിഷനിൽ മാത്രമേ ഇതിൻ്റെ
ബക്ലിംഗ് നടക്കുകയുള്ളൂ. ദാറ്റ് ഇസ് 0.5 ടൈംസ് ദാറ്റ് ഓഫ് ദി എൽ. അതാണ് തിയററ്റിക്കൽ വാല്യൂ. റെക്കമെൻഡഡ് വാല്യൂ 0.65 എൽ. നെക്സ്റ്റ് കണ്ടീഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആണ് ഓൺ ദി ബോത്ത് എൻഡ്സ് ബട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ മാത്രമേ റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഉള്ളൂ. അതായത് ആ എൻഡിൽ ഫിക്സഡും അടുത്ത എൻഡ് എന്ന് പറയുന്നത് അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. റൊട്ടേഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ ഡയഗ്രം അല്ലെങ്കിൽ ബക്ലിംഗ് ഡയഗ്രം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫിക്സഡിൻ്റെ അടുത്ത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എൽ ഡിവൈഡഡ് ബൈ എത്രയാണ് അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൽ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. ദാറ്റ് ഈസ് 0.707 എൽ. അതാണ് തിയററ്റിക്കൽ വാല്യൂ. റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ 0.8 എൽ. കുറച്ച് പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഓർമ്മയിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ വന്നിട്ട് രണ്ട് എൻഡിലും എഫക്റ്റീവ്ലി ഹെൽഡ് ആണ്, പക്ഷേ രണ്ട് എൻഡിലും വന്നിട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആണ്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള രണ്ട് കേസിലും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ രണ്ട് കേസിലും റൊട്ടേഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. സോ രണ്ട് കേസിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബക്ലിംഗ് ഡയഗ്രം വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അതിൻ്റെ വോൾ ലെങ്ത്ത് ബക്ലിങ്ങിന് സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ്, അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1L ആണ്. 1L തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ച് കണ്ടീഷനുകളും കൂടി നോക്കാം. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്. ഒരു എൻഡ് അപ്പോൾ ഫിക്സഡ് ആണെന്നുള്ള കാര്യം ഉറപ്പായി. ആൻഡ് ദ അതർ എൻഡ് ഈസ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ബട്ട് നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ. അതർ എൻഡ് എന്തോ ഒരു റൊട്ടേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദർ ഇസ് വൺ എന്തോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷേ ഇതിന് ലാറ്ററൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ലാറ്ററൽ മൂവ്മെൻറ്റ് പോസിബിൾ ആവുമെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ ഫിക്സഡ് എൻഡിൽ വരുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ റൊട്ടേഷൻ സംഭവിക്കാതെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി, അത് ലാറ്ററലി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1L ആയിരിക്കും. റെക്കമെൻഡഡ് വാല്യൂസ് 1.2L. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു കൂടിയ ഒരു കണ്ടീഷനാണ്. അതായത് ഒരു എൻഡ് വന്നിട്ട് ഫിക്സ്ഡ്, അതായത് ഹെൽഡ് ഇൻ പൊസിഷനും റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷനും ആണ്. ആൻഡ് അതർ എൻഡ് ഈസ് പാർഷ്യലി റിസ്ട്രെയിൻഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. അതായത് നല്ലപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കണ്ടീഷൻ. ആൻഡ് പാർഷ്യലി റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ബട്ട് നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ. പൊസിഷനിൽ ഹെൽഡ് ചെയ്തിട്ടില്ല, പക്ഷേ റൊട്ടേഷൻ ഫുള്ളി അലൗ ചെയ്തിട്ടും ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് 1.5L ആണ്. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആയിട്ട് വൺ എൻഡ്, ഒരു എൻഡിൽ വരുമ്പോൾ ഹെൽഡ് ഇൻ പൊസിഷൻ ആണ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് അതർ എൻഡ് ഈസ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ പോസിബിൾ അല്ല, ഇതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് റൊട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ, പക്ഷേ നോട്ട് ഹെൽഡ് ഇൻ പൊസിഷൻ. അതായത് ഇതിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഇവിടെ റൊട്ടേഷനും പോസിബിൾ ആണ്, ഇതിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റും പോസിബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എഫക്റ്റീവ് ലെങ്ത് ഈസ് 2 times that of the L, 2 times that of the L. ലാസ്റ്റ് കണ്ടീഷൻ ഏറ്റവും സിമ്പിൾ കണ്ടീഷനാണ്. ഒരു എൻഡിൽ വന്നിട്ട് ഫിക്സഡും നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള എൻഡ്, അതിനും 2 times that of the L ആയിരിക്കും എഫക്റ്റീവ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ലാസ്റ്റ് കണ്ടീഷൻ അതുപോലെ ഈ 3 എണ്ണവുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. A reinforced cement concrete beam is considered to be made of. reinforced cement concrete എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെട്രോജീനസ് മെറ്റീരിയൽ ആണ്. കാരണം സ്റ്റീലുണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റിൽ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അതൊരു ഹെട്രോജീനസ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ ഈസ് factor of safety is defined as a ratio of, it is defined as a ratio of the ultimate stress to the working stress അല്ലെങ്കിൽ ultimate stress to the permissible stress. അതിനാണ് factor of safety എന്ന് പറയുന്നത്. The ultimate tensile strength of the mild steel compared to the ultimate compressive strength is, it is more than the compressive strength. എപ്പോഴും നമുക്കറിയാം സ്റ്റീലിൻ്റെ കേസിൽ പ്രത്യേകത തന്നെ അതാണ്. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്തിനേക്കാളും കൂടുതലായിരിക്കും. Under constant load, the creep strain in concrete is, creep strain എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് സ്ട്രെയിൻ. ആക്ച്വലി ക്രീപ്പിൻ്റെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്? ദ ടൈം ഡിപ്പെൻഡൻറ്റ് സ്ട്രെയിൻ ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിങ്.
Next question, the ratio of Young's modulus of elasticity of the steel to that of the concrete is known as the it is called as the modular ratio. Next one, modulus of elasticity of the mild steel is approximately, നമുക്കറിയാം E of steel, ES എന്ന് പറയുന്നത് 2 × 10⁵ Newton per mm square ആണ്, that is 210 kilonewton per mm square. The tensile test is carried on dash material. Tensile test carry ചെയ്യുന്നത് obviously it is for the brittle material, ductile material. Ductile material മാത്രമേ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനകത്താണ് സാധാരണ ഗതിയിൽ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. The neutral axis of a beam is subjected to dash stress. ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം, ഇപ്പോൾ ഒരു ബീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. എൻ്റെ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സൈഡിൽ ദർ വിൽ ബി കംപ്രഷൻ, മറ്റേ സൈഡിൽ വരുമ്പോൾ ടെൻഷൻ ആണ്. അതായത് ന്യൂട്രൽ ആക്സിസിൽ വരുമ്പോൾ ദ സ്ട്രെസ് ഈസ് 0. For steel grade FY 415 Newton per mm square, the value of XU max divided by D. ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതിൻ്റെ ആൻസർ 0.48 ആണ്. Next question, according to the limit state of collapse, value of the partial safety factor for the steel and the columns are. സ്റ്റീലിൻ്റെയും കോളത്തിൻ്റെയും partial safety factor it is 1.15 for the steel and 1.5 for the concrete. In coastal region, the minimum grade of concrete for RCC as per IS 456. IS 456 അനുസരിച്ച് കോസ്റ്റൽ റീജിയനിൽ വരുന്ന സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ആക്ച്വലി M30. PSC ആൻസർ കീഴിൽ അത് M20 ആയിരുന്നു, പക്ഷേ M30 ആണ് കറക്റ്റ് ആൻസർ. നമുക്കത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡൽ പ്രൊവിഷൻസ് ഇതിനെ പറ്റിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷന് വേണ്ടിയിട്ട് എത്രയാണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, വെരി സിവിയർ ആണോ, എക്സ്ട്രീം ആണോ എന്നുള്ളതനുസരിച്ച് എത്രയാണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിനിമം മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ M20, മോഡറേറ്റ് ആണെങ്കിൽ M25, സിവിയർ ആണെങ്കിൽ M30, വെരി സിവിയർ ആണെന്നുണ്ടെങ്കിൽ M35, എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ M40. ആ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി ഓരോ എക്സ്പോഷർ കണ്ടീഷനിലെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ മൈൽഡ് ആണ് അല്ലെങ്കിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കോൺക്രീറ്റ് സർഫസ് വെതറിങ് ഒന്നും നടക്കുന്നില്ല. അതായത് വെതറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തല്ല ഈ ഒരു കോൺക്രീറ്റ് സർഫസ് ഉള്ളത്. അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള കെമിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്തോ ഒന്നുമല്ല ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷർ കണ്ടീഷനാണ് മൈൽഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ മോഡറേറ്റിന് എക്സാമ്പിളായിട്ട് വരുന്ന ഒന്നെന്ന് പറയുന്നത് കോൺക്രീറ്റ് സർഫസ് ദാറ്റ് ഈസ് ഷെൽട്ടേഡ് ഫ്രം ദി സിവിയർ റെയിനോ ഫ്രീസിങ്ങോ നടക്കാത്ത സ്ഥലങ്ങൾ, പിന്നെ എക്സ്പോസ്ഡ് ടു കണ്ടൻസേഷൻ ആൻഡ് റെയിനിലേക്ക് എക്സ്പോസ്ഡ് ആണ് പക്ഷേ സിവിയർ ആയിട്ടുള്ള റെയിൻ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു മോഡറേറ്റ് എക്സ്പോഷർ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ വാട്ടർ ദാറ്റ് ഈസ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി അണ്ടർ വാട്ടർ, അതൊക്കെ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനാണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺടാക്ട് വിത്ത് നോൺ അഗ്രസീവ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ്. പിന്നെ ഒരെണ്ണം വന്നിട്ട് concrete surfaces sheltered from the saturated salt air in the coastal area. കോസ്റ്റൽ ഏരിയയിൽ സാച്ചുറേറ്റഡ് സോൾട്ട് എയർ ഒന്നും കൊള്ളാത്ത സ്ട്രക്ചറുകൾ, ഇതെല്ലാം തന്നെ മോഡറേറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ മൈൽഡ് കണ്ടീഷൻ ഈ വക കണ്ടീഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് യൂസ് M20 കോൺക്രീറ്റ്. മോഡറേറ്റിൻ്റെ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു M25 യൂസ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് വൺ വന്നിട്ട് സിവിയർ ആണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. സിവിയറിൽ വരുമ്പോഴേക്കും റെയിനിൽ എക്സ്പോസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതുപോലെ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ഡ്രൈയിങ് നടക്കുന്നത്, ഒക്കേഷണലായിട്ട് ഫ്രീസിങ് നടക്കുന്നത്, സീ വാട്ടറിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്നത്, കോസ്റ്റൽ എൻവയോൺമെൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, ഇതെല്ലാമാണ് സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ വരുമ്പോൾ M30 ആണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വന്നിട്ട് വെരി സിവിയർ എന്ന് പറഞ്ഞാൽ സീ വാട്ടറിൻ്റെ അതായത് സീ വാട്ടർ തെറിച്ച് വീഴുന്ന സ്ഥലങ്ങൾ, കറോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്യൂംസ് ഏൽക്കുന്ന സ്ഥലങ്ങൾ, ഫ്രീസിങ് നടക്കുന്ന സ്ഥലങ്ങൾ, കോൺക്രീറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ഓർ ബറീഡ്
അണ്ടർ അഗ്രസീവ് സബ്സോയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൽ അഗ്രസീവ് ആയിട്ടുള്ള സോയിലിൽ അതുപോലെ ഗ്രൗണ്ട് വാട്ടറിൽ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വെരി സിവിയറിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സ്ട്രീമിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈഡൽ സോണിൽ വരുന്ന സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള കെമിക്കൽസുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുക, അതെല്ലാം എക്സ്ട്രീം എക്സ്പോഷർ കണ്ടീഷൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ കോസ്റ്റൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ സിവിയറിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആണ്. സോ ഇൻ കോസ്റ്റൽ എൻവയോൺമെൻറ്റ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് റെക്കമെൻഡഡ് ഇസ് M30. Characteristic compressive strength of the concrete is it is same as that of the cube strengthൻ്റെ വാല്യൂ ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ FCK ആയിട്ട് എടുക്കുന്നത്. ഇൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ബീം വിച്ച് ഈസ് ലോഡഡ് വിത്ത് 2 point ലോഡ്, 2 point ലോഡാണ് വരുന്നതെങ്കിൽ ആ ബീമിൽ നമ്മൾ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ എ ട്രപ്പിസോയിഡ് ഷേപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ട്രപ്പിസോയിഡ് ഷേപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോയിൻ്റ് ലോഡാണ് വരുന്നത്, ഇതുപോലൊരു പോയിൻ്റ് ലോഡാണെന്നുണ്ടെങ്കിൽ ടെൻഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.